ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കുട്ടികൾ പഠിക്കുമ്പോൾ ഇനി ഒരു രാജ്യം കൂടെ വരുമോ? യാസർ അരാഫത്തിൻ്റെ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം വേണം, അംഗീകരിച്ചിരിക്കുന്നു, ഞങ്ങൾ രാജ്യമായി അംഗീകരിച്ചിരിക്കുന്നു എന്ന് UK പ്രധാനമന്ത്രി പറഞ്ഞു, കാനഡ പ്രധാനമന്ത്രി പറഞ്ഞു, ആസ്ട്രേലിയ പ്രധാനമന്ത്രി പറഞ്ഞു. പിന്നെ ഫിൻലാൻഡ്, സ്വീഡൻ, സ്വിറ്റ്സർലൻഡ് തുടങ്ങി നെതർലാൻഡ്സൊക്കെ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലേ പറഞ്ഞു, ഫ്രാൻസൊക്കെ. അപ്പോൾ കുറേ അധികം രാജ്യങ്ങൾ പാലസ്തീനെ രാജ്യമായി അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നയതന്ത്ര ചർച്ചകൾ, പിന്നെ അംബാസഡർമാർ, നയതന്ത്ര വിദഗ്ധർ, വിദേശകാര്യ ബന്ധങ്ങൾ, കരാറുകൾ, പരസ്പര ചർച്ചകളൊക്കെ ഇനി വരാൻ സാധ്യതയുണ്ട്. പാലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിച്ചിരിക്കുന്നു. ആ സമയത്ത് തന്നെ ഗാസ മുനമ്പിലും ഗാസയിലുമൊക്കെ വലിയ ബഹളമാണ് നടക്കുന്നത്. ഹമാസിൻ്റെ ഒരുപാട് ആളുകളെ ഇസ്രായേൽ പിടിച്ചുകൊണ്ട് പോകുന്നു. വലിയ തോതിലാണ് ബഹളം നടക്കുന്നത്. കുട്ടികൾ ഒരുപാട് മുറിവേൽക്കുന്നു, കുട്ടികൾ മരിക്കുന്നു. അങ്ങനെ ഒരു വശത്ത് ഇതൊക്കെ സംഭവിക്കുന്നു, മറുവശത്ത് ഇതിനെ രാജ്യമായി അംഗീകരിക്കാനുള്ള, അംഗീകരിച്ചു എന്ന് വളരെ പ്രധാനപ്പെട്ട കാനഡ പോലുള്ള രാജ്യങ്ങൾ പറയുമ്പോൾ അത് മറ്റൊരു പൊളിറ്റിക്കൽ തലത്തിലേക്ക്, ഒരു ജിയോ പൊളിറ്റിക്കൽ ഫ്രേസിലേക്ക്, അല്ലെങ്കിൽ ഒരു ക്യാൻവാസിലേക്ക് ലോകം മാറുകയാണ്. ഇനി പറയാനുള്ളത് അമേരിക്ക, ചൈന, റഷ്യ, ഇന്ത്യ തുടങ്ങിയ വളരെ പ്രമുഖമായ രാജ്യങ്ങൾ ഇനി പറയാനുണ്ട്. ആരാണ് ഏത് വശത്താണ് നിൽക്കുന്നത്? ഇന്ത്യ പലപ്പോഴും ഇസ്രായേലിൻ്റെ കൂടെ നിന്നിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ബാലൻസിങ് എടുക്കുമ്പോൾ ഇസ്രായേലിൻ്റെ കൂടെയാണ് കൂടുതലും. അമേരിക്ക സമ്പൂർണ്ണമായി ഇസ്രായേലിൻ്റെ കൂടെ പറയാറുണ്ട്. ഇറാനെതിരെയൊക്കെ ഒരുപാട് വർത്തമാനം പറയുന്നതാണ്. പിന്നെ ഇടയ്ക്ക് ഇറാനെതിരെയും പറയും. അമേരിക്ക പറയുന്നത്, ഡൊണാൾഡ് ട്രംപ് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. പുള്ളി എല്ലാ രീതിയിലും പറയും. ഇന്ത്യയെ ആവശ്യമുള്ള തെറി പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്ത്യയെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ട്രംപിനെ നമുക്കങ്ങനെ നമ്പാൻ കൊള്ളില്ല, അത് വേറൊരു കഥ. പക്ഷേ എന്തായാലും നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് വളരെ വലിയ രീതിയിലാണ് ഈ പുതിയ രാഷ്ട്രീയം വരുന്നത്. തീർച്ചയായിട്ടും പാലസ്തീൻ ഒരു രാജ്യമാകുമെങ്കിൽ, അത് രാജ്യമായി മാറിയാൽ ഇനി എങ്ങനെയാണ് ഇസ്രായേൽ, ലോകരാജ്യങ്ങൾ അവർ അംഗീകരിച്ചാൽ ഇസ്രായേൽ എങ്ങനെയാണ് അതിന് പ്രതിരോധിക്കുക എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. എന്തായാലും 2025 അവസാനമാകുമ്പോൾ, ഒക്ടോബർ നവംബർ മാസമാകുമ്പോൾ പുതിയ ലോകരാഷ്ട്രീയം ഉരുത്തിരിയുകയാണ്. 26 എന്താണ് സംഭവിക്കുക നമുക്കറിയില്ല. എന്തായാലും രാജ്യങ്ങളുടെ രാഷ്ട്രീയ അതിർത്തികൾ മാറുന്നു, രാഷ്ട്രീയ ചിന്തകൾ മാറുന്നു, രാഷ്ട്രീയ ചേരികൾ മാറുന്നു, പുതിയ ബലാബലം വരുന്നു. ഇനിയിപ്പോൾ ആരൊക്കെയാണ് ശാക്തിക ചേരികളാവുക? ഇസ്രായേലിൻ്റെ കൂടെ ആരൊക്കെ നിൽക്കും? പാലസ്തീൻ്റെ കൂടെ ആരെല്ലാം ഉണ്ടാകുമെന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ട വിഷയം തന്നെയാണ്.